ചൊറിയോ അവനൊന്ന് കുളിക്കാനിട്ടെ കൈമട്ട പോരാദ്യം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറെ നാളായി വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം നമ്മുടെ ഗ്യാസ് കഴിഞ്ഞു. അപ്പൊ ഇന്ന് രാവിലെ ഉണ്ട് ചായ ഇടാൻ പറ്റിയപ്പോഴത്തേക്കിന് ഗ്യാസ് ഇല്ല. അപ്പോ ഇന്ന് രാവിലെ ഇപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാണ് വാങ്ങിയത്. എന്താ വാങ്ങിയത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാണ് വാങ്ങിയത്. അപ്പൊ എന്താ വാങ്ങിയത് ഞാൻ കാണിച്ചു തരാം. ഇഡ്ഡലിയാണ് വാങ്ങിയത്. അപ്പം നല്ല ചൂട് ഇഡ്ഡലിയാണ്. നല്ല ചൂട് ഇഡ്ഡലി കേട്ടോ. നല്ല വാഴയിലൊക്കെ പൊതിഞ്ഞ് നല്ല ചൂട്. ഇത് അത്യാവശ്യം വലിയ സൈസുള്ള ഇഡ്ഡലിയാണ്. നമുക്ക് ഇതിവിടെ ബാംഗ്ലൂരാണ് ഇപ്പൊ നമ്മളുള്ളത്. അപ്പൊ ഇവിടുത്തെ ഇഡ്ഡലി കുറച്ച് വലുതാണ്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് കഴിച്ചാലും മതിയാകും. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാമ്പാറല്ല, വേറെന്തോ ഒരു കറിയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. ഇത് സാമ്പാറല്ല, വേറെന്തോ ഒരു കറിയാണ്. പക്ഷെ ഇതാ പക്ഷെ ഇതില് സാമ്പാറിലാകുമ്പോ കുറെ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ കഷ്ണമൊന്നുമില്ല. കുറച്ച് മല്ലിയിലയും തക്കാളി അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങളാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറൊരു ചട്നിയും കൂടി. സോറി ഗൈസ്, ചട്നി ഇല്ല. പിന്നെ നമുക്ക് കോഫി എടുക്കാം. കോഫി എല്ലാം നമ്മളൊന്ന് പുറത്തുനിന്നാണ്. ഏത് കോഫി ഇട്ടാണോ? ഇത് പാലാണോ? ഇത് അത്യാവശ്യം ഉണ്ട്. ഇതാണോ പാല്? ഇത് കോഫി ായിരുന്നു. ഇതിലാണ് ഇവര് കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് കെട്ടിയേക്കാണ്. കഴിക്കാൻ ഭയങ്കര പാട്. ചൂടറിയത്തൊന്നുമില്ല. യെസ്, ഉച്ചക്ക് നമ്മൾക്ക് ആലോചിക്കണം. ഇതാണ് അതെ, നമ്മൾ എണീറ്റപ്പോ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. നല്ല കോഫി വീട്ടിൽ കഴിച്ചോക്കാം എങ്ങനെയുണ്ട്. സാധാരണ കൊള്ളാം. ഞങ്ങളത് അല്ല, നമ്മളെപ്പോഴും അവിടെ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്. സെറ്റ് ദോശയല്ലേ? മസാല ദോശ അടിപൊളിയാണ്. പക്ഷെ ഇതില് ഈ കറിയുടെ കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ ഇത് സാമ്പാറല്ല. പക്ഷെ ഇവിടെ സാമ്പാറാ പറയാ. ഇവിടെ ഇങ്ങനത്തെ എല്ലാ കറിക്കും സാമ്പാറാ ഇവിടെ പറയാം ബാംഗ്ലൂര്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാമ്പാറല്ല. 2 കഷ്ണത്തിൽ ഇങ്ങനെ മഞ്ഞപ്പൊടി കഴിഞ്ഞാൽ ഇവിടെ സാമ്പാറായി. നമ്മുടെ സാമ്പാർ, മോരുകറി, മീൻകറി അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ 2 പച്ചക്കറി അരിഞ്ഞിട്ട സാമ്പാറാണ്. കറി അടിപൊളി കേട്ടോ. അമ്മി ഇഡ്ഡലിയൊക്കെ ഇതിൽ മുക്കി ഇങ്ങനെ കുതിർത്ത് കഴിക്കും. പഞ്ചാരി ഇഡ്ഡലി അതിന് സൂപ്പറാണെന്ന് പറയാം. സൂപ്പറാണെന്ന് പറയാം. അടിപൊളിയാണ്. അടിപൊളി ഗൈസ് പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാം. നമ്മളാണെങ്കിലേ എന്തായാലും ഇപ്പൊ ഒന്ന് വെറുതെ വീട്ടിലിരിക്കല്ലേ. അപ്പോ ഞാൻ വിചാരിച്ചു നമുക്കൊരു ടാൻ റിമൂവൽ പാക്ക് ഉണ്ടാക്കി. അപ്പൊ ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടതാണ്. അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കി വെക്കാം. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് കൊണ്ട് ഇത് ഓൾറെഡി ഞാൻ കുറച്ച് പൊട്ടിച്ചിട്ട് ബാക്കിയാണ്. പക്ഷെ അതിങ്ങനെ ഇതായി. ബ്രൂ ആണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ഒരു അരയല്ലേ ഇത്, ഒരു ടേബിൾ സ്പൂൺ. ഇത്തിരി കൂടെ എടുക്കാം നമുക്ക്. 2 പേർക്ക് വേണ്ടേ. 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിന്റെ തീർന്ന് അല്ല, പൊട്ടിക്കാത്ത എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അല്ല, പുതിയതുണ്ട്. അപ്പൊ ഞാൻ ഇത് ഫുള്ളങ്ങ് പഠിച്ചെടുക്കാന്ന് വിചാരിച്ചിട്ടാണ്.
ഇത് ആ തൈര്, കുറച്ച് തൈരും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ തേനില്ല, തേനും ആഡ് ചെയ്യും, പക്ഷെ തേനില്ല നമ്മളുടെ, അതുകൊണ്ട് നമ്മൾ തേൻ ഇടുന്നില്ല. നമ്മൾ ഉള്ളത് കൊണ്ടൊക്കെ മുഖത്ത് തേച്ച് നോക്കാം. കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്യണം. പാല് ചേർക്കണം. നല്ലപോലെ മിക്സ് ചെയ്യാമേ. നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കയ്യിലിടാനാണോ അടുത്തേ? ആ, നീ ഇവിടെ ഇരിക്കും, ഞാൻ നിനക്ക് തേച്ചു തരാം ആദ്യം. നമ്മൾ ഇവന്റെ മുഖത്താണ് ഫസ്റ്റ് നമ്മൾ പരീക്ഷിക്കുന്നത്. ചൊറിയോ? അതറിയത്തില്ല. കൈമട്ട പോരാദ്യം പോടർക്കണീറ്റ്. ഇത് എന്തായാലും നാച്ചുറൽ അല്ലേ എല്ലാം. മഞ്ഞൾപ്പൊടി, തൈര് അല്ലേ. എന്തോ അയ്യോ ചൊറിച്ചിലൊന്നും ഉണ്ടാവട്ടോ. മീശാക്കണ്ടേ? അയ്യോ എന്റെ ഷർട്ട്. ഇത് പഴയ ഷർട്ടല്ലേ? ചൊറിയോ? ഇനി ഞാൻ എന്റെ ഇടട്ടെ. ഞാൻ ആദ്യമായിട്ട് ഇടും, എന്നോട് ചോദിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞ അങ്ങനെ പാക്കൊന്നും ഇടാറില്ല. ഞാൻ ഒട്ടും സ്കിൻ കെയർ ചെയ്യാത്ത ഒരാളാണ്. പതുക്കെ തുടങ്ങണം എന്നുണ്ട്. പണ്ടൊക്കെ ഞാൻ നല്ലപോലെ ഫുള്ള് മേക്കപ്പ് ഇടാനും ഒക്കെ, എന്നുവെച്ചാ ഫൗണ്ടേഷൻ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇടാന് ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ എവിടെ ആയിരുന്നു സമയം, ഇടായിരുന്നു. അങ്ങനെ പിന്നെ അതെല്ലാം നിർത്തി. ബാക്കി വന്ന ഭാഗമൊക്കെ നമുക്ക് എന്റെ കയ്യിൽ തേച്ചിട്ട്, ഇവൻ മറ്റേ വെയിലത്തൊക്കെ ഇങ്ങനെ, ഇവിടെ ഭയങ്കര വെയിലാണ്, അപ്പം വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ കയ്യിലൊക്കെ ഭയങ്കര ടാൻ അടിച്ചിട്ട് കറുത്തു. അപ്പൊ നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്ത്, ഇവൻ എന്റെ ഫേസിൽ അങ്ങനെ അധികം ടാൻ ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് എനിക്കത് മനസ്സിലാകുന്നില്ല. പക്ഷെ ഇവന്റെ ഫേസിൽ എന്തോ എനിക്ക് കുറച്ച് വ്യത്യാസം, ഭയങ്കര അല്ല, കുറച്ച് വ്യത്യാസം പോലെ തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് 2-3 തവണ മാറ്റം. ആ അതെ, 2-3 തവണയൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഇതറിയായിരിക്കും, മാറുമായിരിക്കും. എനിക്കിപ്പോ ചെറിയൊരു ചൊറിച്ചിലുണ്ടായിരുന്നു, കുഴപ്പമില്ല. എല്ലാവർക്കും അതുപോലെ എനിക്ക് വലിയ ചൊറിച്ചിലൊന്നും ഇല്ല. ഉച്ചക്ക് നമ്മള് ചോറ് സൊമാറ്റോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഊണ് നമ്മള് SG പാളയിലുള്ള ജോസ് മെസ്സിൽ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തത്. നമുക്ക് ഓഫർ ഉണ്ടായിരുന്നേ. അപ്പൊ നമുക്ക് ഈ ഊണ് വെറും 94 രൂപയ്ക്ക് കിട്ടിയതാണ്. ഇതിന് ശരിക്കും ഒരു 170-170 മേളുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഓഫർ ഉള്ളതുകൊണ്ട് നമുക്ക് 94 രൂപയ്ക്ക് കിട്ടിയാണ്. അവിടുത്തെ ഫുഡ് അടിപൊളിയാണ്, അവിടുത്തെ ഊണൊക്കെ അടിപൊളിയാണ്. നമുക്ക് ഇതിന്റെ എന്തൊക്കെ ഉണ്ട് നോക്കാം. ഇത് ചോറ്, ഇത് മറ്റേ എന്താ മട്ടേരിയ, കുത്തരി. കുത്തേരിയുടെ ചോറുണ്ട്. ഇതെന്താ കറി? വേറെന്താ? മീൻകറിയുടെ ഇത് മീൻകറിയാണെന്ന് തോന്നുന്നു. പിന്നെ പയറ് തോരൻ. ഇതെന്താ പറയാ? അങ്ങനത്തെ എന്തോ ആണ്. പിന്നെ പപ്പടം, മോര്, അച്ചാറാന്ന് തോന്നുന്നു, അച്ചാറ്. ഇത് സാമ്പാറ്, ഇത് പുളിശ്ശേരി. ആണ്. ഇത് വേറെ എന്തോ അച്ചാർ. അപ്പൊ ഇത്രയും കറികളാണ്. അപ്പം നമ്മൾ ചോറ് കഴിക്കാണ്. ഇതാണ് നമ്മുടെ ലഞ്ച്. നമ്മള് തിന്നു നോക്കട്ടെ എങ്ങനെയുണ്ട്. കുഴപ്പമില്ല, അച്ചാറ് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഒരു ഉച്ചമയക്കത്തിന് കയറിയേ. ആമി എണീറ്റിട്ടില്ല, നമ്മൾ എണീറ്റു. നമുക്ക് കുറച്ച് പണിയൊക്കെ ചെയ്യാനുണ്ടല്ലോ, അപ്പൊ നമ്മൾ എണീറ്റു. അപ്പോ അവൻ പിന്നെ കിടന്ന ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ മടക്കി വെച്ച് എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ അപ്പോഴത്തേക്കിന് അടിച്ചു വാരാൻ പോയി. അടിച്ചൊക്കെ വാരി, അത് കഴിഞ്ഞിട്ട് പാത്രം കഴുകാനും
അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ പണി തീർത്തിട്ട് ചായ കുടിക്കാൻ പോകാന്നുള്ള ഒരു ഇതിലിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ തുണി മടക്കാനുണ്ടായിരുന്നു. തുണി മടക്കി ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ തുണി മടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ ഷർട്ട് ഉണങ്ങിയില്ല എന്നും പറഞ്ഞ് ഞാൻ അവൻ്റെ കയ്യിലെടുത്ത് കൊടുത്താണ് അവിടെ വിരിക്കാൻ. പിന്നെ നമ്മൾ രാവിലെ കഴിച്ച ഫുഡിൻ്റെ കവറും വേസ്റ്റും ഒക്കെ ഒരു കവറിലാക്കി കെട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പാത്രം കഴുകാൻ കയറി. പാത്രമൊക്കെ പിന്നെ നമ്മളിന്ന് അധികം ഒന്നും ഉണ്ടാക്കില്ലല്ലോ, ഗ്യാസ് കഴിഞ്ഞുകൊണ്ട് അധികം പാത്രമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ള പാത്രമൊക്കെ കൈയോടെ അങ്ങനെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ പാത്രങ്ങളും ക്ലീൻ ആക്കി. പിന്നെ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി. പിന്നെ എന്താ ഇപ്പോൾ ഗ്യാസും കാര്യങ്ങളും എല്ലാം എനിക്കിങ്ങനെ എല്ലാ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ എല്ലാം നല്ല ഇതിൽ തുടച്ച് വൃത്തിയാക്കി ഇടണം, എന്നാലും എനിക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ ഗ്യാസൊക്കെ ആണെങ്കിലും ഞാൻ എപ്പോഴും നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ വെക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. ഒരു കുളിയൊക്കെ പാസ്സാക്കി. അങ്ങനെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു കുളിയൊക്കെ പാസ്സാക്കി ഇനി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അങ്ങനെ നമ്മുടെ സ്ഥിരം ചായ കുടിക്കുന്ന സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെയാണ് ചായ കുടിക്കാൻ വരാറ്. ഞങ്ങൾ കൂടുതൽ രാത്രിയിലാണ് ഇവിടെ ചായ കുടിക്കാൻ വരാറ്. ചായ അല്ല, കോഫി. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കോഫി കുടിക്കാൻ വരുന്ന സ്പോട്ടാണിത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കോഫി കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞു. ആമിക്കൊരു കോവിലുമിഠായൊക്കെ വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.